കർത്താവേ, ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്കായി അവിടുത്തെ വിലപ്പെട്ട ദാസനെയും ഇന്ന് രാത്രിയിൽ ദൈവശക്തമായി കരങ്ങളെടുത്ത് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ദൈവഭൃത്യം ദൈവോധന ശുശ്രൂഷിക്കുമ്പോൾ അനേക പാപികൾ മാനസാന്തരപ്പെടുവാൻ, അനേക പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ, അനേക രോഗികൾ ഇന്ന് രാത്രി സൗഖ്യം പ്രാപിക്കുവാൻ, അനേകരുടെ പേരുകൾ ഇന്ന് രാത്രി ആമേ ജീവപുസ്തകത്തിൽ എഴുതപ്പെടുവാൻ ഈ രാത്രി സ്വർഗമിടയാക്കുമാറാകണമേ കർത്താവേ. ആമേൻ. ആദ്യോളം പരിശുദ്ധാത്മാവിന് വലിയ സാന്നിധ്യം കർത്താവേ അവിടുന്ന് വെളിപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ മുഴുവൻ മഹത്വവും മാനവും ഇന്ന് രാത്രി ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുകയാണ്. തിരുക്കരത്തിൽ ഏൽപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. നമ്മുടെ സംഗീത ശുശ്രൂഷ ആരംഭിക്കുകയാണ്. നമ്മുടെ അതിഥികളായി കടന്നു വന്നിരിക്കുന്ന പ്രശസ്തരായ ഗായകര് ആദ്യമായിട്ട് പാട്ട് ശുശ്രൂഷ ആരംഭിക്കുകയാണ്. അവരെ വേദിയിലേക്ക് ക്ഷണിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ പുത്രനായ യേശു ഈ ഭൂമിയിൽ ജാതനായി. അത് നമ്മളെ സ്നേഹിക്കാനാണ്, നമ്മുടെ കുറവുകൾ ക്ഷമിക്കുവാനാണ്, നമുക്ക് സൗഖ്യം നൽകുവാനാണ്. അവൻ ജീവിച്ചു, മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, ഇന്നും ജീവിക്കുന്നു. എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. അതുകൊണ്ട് ഇനി ഞാൻ പാടുവാനായിട്ട് പോകുന്ന പാട്ടിൽ അതിൻ്റെ വരികളെല്ലാം ശ്രദ്ധിക്കുകയാണെങ്കിൽ, ആദി വേണ്ട ആശ്രയമേകാൻ അവൻ്റെ കരം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. അവൻ്റെ വഴികളെല്ലാം സമ്പൂർണമാണ്. അതുകൊണ്ട് ദോഷമായി ഒന്നും അവൻ നമുക്ക് ചെയ്ത് നമ്മുടെ താതൻ നമ്മോട് ചെയ്യുകയില്ല. അതുകൊണ്ട് വീണ്ടും അടുത്ത ചരണത്തിൽ പറയുന്നു, ഞാൻ അനാഥനല്ല, അശരണനല്ല, ഞാൻ സകലത്തിൻ്റെയും അവകാശിയാണ്. അത്യുന്നതന്റെ മറവിൽ ഞാൻ നിത്യവും ചാരിടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ പുത്രനായി യേശു ഭൂജാതനായി സ്നേഹിപ്പാൻ, ക്ഷമിപ്പാൻ, സൗഖ്യം നൽകിയിടുവാൻ. ഈ ഗാനം നിങ്ങൾക്കായി പാടുവാനായിട്ട് പോകും. ദൈവത്തിൻ പുത്രനായി യേശു ഭൂജാതനായി സ്നേഹിപ്പാൻ, ക്ഷമിപ്പാൻ, സൗഖ്യം നൽകിയിടുവാൻ ജീവിച്ചു മരിച്ചവൻ എന്നെ രക്ഷിപ്പാനായി ഇന്നും ജീവിക്കുന്നവൻ എന്നെ കരുതാൻ. താൻ വാഴുകയാ നാളെയെന്ന ഭീതിയില്ല. ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ എത്ര ധന്യമേ ഈ ലോക ജീവിതം. താൻ വാഴുകയാലാകുലമില്ല നാളെയെന്ന ഭീതിയില്ല. ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ എത്ര ധന്യമേ ഈ ലോക ജീവിതം. വേണ്ട ആശ്രയമേകാൻ തൻ കരങ്ങൾ പിന്നിലുണ്ട്. തൻ വഴികൾ സമ്പൂർണ്ണ
ദോഷമായൊന്നും താതൻ ചെയ്യുകയില്ലല്ലോ. ആദി വേണ്ട ആശ്രയമേകാൻ തൻ കരങ്ങൾ പിൻപിലുണ്ട്. തൻ വഴികൾ സമ്പൂർണമല്ലോ. ദോഷമായൊന്നും താതൻ ചെയ്യുകയില്ലല്ലോ. താൻ വാഴുകയാലാകുലമില്ല. നാളെയെന്ന ഭീതിയില്ല. ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ എത്ര ധന്യമേ ലോക ജീവിതം. അനാഥനല്ല ഞാൻ, അശരണനല്ല ഞാൻ, അവകാശിയാണു ഞാൻ, പരദേശിയാണു ഞാൻ. അത്യുന്നതൻ തൻ തിരുമാർവിൽ നിത്യവും ചാരിടും ഞാൻ എത്ര മോദമായി. അനാഥനല്ല ഞാൻ, അശരണനല്ല ഞാൻ, അവകാശിയാണു ഞാൻ, പരദേശിയാണു ഞാൻ. അത്യുന്നതൻ തൻ തിരുമാർവിൽ നിത്യവും ചാരിടും ഞാൻ എത്ര മോദമായി. താൻ വാഴുകയാലാകുലമില്ല. നാളെയെന്ന ഭീതിയില്ല. ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ എത്ര ധന്യമേ ലോക ജീവിതം. താൻ വാഴുകയാലാകുലമില്ല. നാളെയെന്ന ഭീതിയില്ല. ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ എത്ര ധന്യമേ ലോക ജീവിതം. എത്ര ധന്യമേ ലോക ജീവിതം. എത്ര ധന്യമേ ലോക ജീവിതം. ഹല്ലേലൂയ. അടുത്തതായി വളരെ പഴയ ഒരു പാട്ട് എല്ലാവർക്കും ചേർന്ന് പാടുവാനായിട്ട് ഇന്നലെയൊക്കെ പറയുവാനിടയായി ഈ പഴയ പാട്ടുകൾ ഉൾപ്പെടുത്തി ഇല്ല എന്നുള്ളൊരു, അതുകൊണ്ട് ദയവായിട്ട് ഈ പാട്ടുകളൊക്കെ പാടുമ്പോൾ ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് നിങ്ങളെ കൂടെ ഞങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ്. പാടും ഞാൻ യേശുവിനായി ജീവൻ പോവോളം നന്ദിയോടെ. ഈ പാട്ടുകൾ എത്ര പേർക്കറിയാം? ഭൂരിപക്ഷം പേർക്കും അറിയാം. ഈ ഗാനം നമുക്ക് വേണ്ടി ലിജി സിസ്റ്റർ ആലപിക്കും.
നമ്മൾ ഈ ഭൂമിയിൽ നിലനിൽക്കുന്നത് നമ്മുടെ സമ്പത്തോ നമ്മുടെ പേരോ നമ്മുടെ കുടുംബത്തിൻ്റെ മഹിമയോ ഒന്നും കൊണ്ടൊന്നല്ല, ദൈവത്തിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. എത്ര പേരത് വിശ്വസിക്കുന്നു? ആ ദൈവത്തിൻ്റെ കൃപയില്ലെങ്കിൽ നമുക്ക് ഈ ഭൂമിയിൽ നിലനിൽക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നമ്മെ പേര് ചൊല്ലി വിളിച്ചത് അവൻ്റെ കൃപയാണ്, നമ്മെ വലിയവനാക്കിയത് അവൻ്റെ കൃപയാണ്, നമ്മുടെ കെട്ടുകളെ അഴിച്ചത് ദൈവത്തിൻ്റെ വലിയ കൃപയാണ്, നമ്മുടെ മുറിവുകൾ മാറ്റിയത് ദൈവത്തിൻ്റെ വലിയ കൃപയാണ്, നമ്മെ നീതിമാനായി വിളിച്ചത് അവൻ്റെ വലിയ കൃപയാണ്, നമുക്ക് നിത്യജീവൻ നൽകിയതും അവൻ്റെ വലിയ കൃപയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ കൃപയെ ആശ്രയിച്ചുകൊണ്ട് വീണ്ടും ഒരു പാട്ട് പാടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കൃപയാൽ നിലനിൽക്കുമേ, ദൈവ കൃപയാൽ നിലനിൽക്കുമേ. കൃപയാൽ നിലനിൽക്കുമേ, ദൈവകൃപയാൽ നിലനിൽക്കുമേ, കൃപയാൽ നിലനിൽക്കുമേ, ദൈവകൃപയാൽ നിലനിൽക്കുമേ, കൃപയാൽ 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 നിലനിൽക്കുമേ, ദൈവകൃപയാൽ നിലനിൽക്കുമേ, കൃപയാൽ നിലനിൽക്കുമേ, ദൈവകൃപയാൽ നിലനിൽക്കുമേ, കൃപയാൽ 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 പേരു ചൊല്ലി വിളിച്ചതും ദൈവകൃപയാ, വലിയവനാക്കിയതും ദൈവകൃപയാ, പേരു ചൊല്ലി വിളിച്ചതും ദൈവകൃപയാ, വലിയവനാക്കിയതും ദൈവകൃപയാ, കൃപയാ 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 കൃപയാൽ നിലനിൽക്കുമേ, ദൈവകൃപയാൽ നിലനിൽക്കുമേ, കൃപയാൽ നിലനിൽക്കുമേ, ദൈവകൃപയാൽ നിലനിൽക്കുമേ.
ദൈവകൃപയാൽ നിത്യജീവൻ നൽകിയതും ദൈവകൃപയാൽ നീതിമാനായി വിളിച്ചതും ദൈവകൃപയാൽ നിത്യജീവൻ നൽകിയതും ദൈവകൃപയാൽ കൃപയാൽ 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 നിലനിൽക്കുമേ ദൈവകൃപയാൽ നിലനിൽക്കുമേ കൃപയാൽ നിലനിൽക്കുമേ ദൈവകൃപയാൽ നിലനിൽക്കുമേ കൃപയാൽ 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 തുടർന്നുള്ള നമ്മുടെ യോഗത്തിൻ്റെ അനുഗ്രഹത്തെ വഹിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒരു നിമിഷം ദൈവസേനയുടെ കണ്ണുകളെ അടച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി നടത്തപ്പെടുന്നതായ ആരാധന, ദൈവവചന ശുശ്രൂഷ ജീവിതങ്ങൾക്ക് വിടുതലായി തീരുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ ശക്തി നമ്മുടെ മധ്യത്തിൽ രാത്രി വ്യാപരിക്കേണ്ടതായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാരുടെ ദൈവം കരങ്ങളെടുത്ത് ശക്തിയായി ഉപയോഗിക്കുവാൻ ദൈവകൃപയുടെ ഒരു വലിയ വ്യാപാരം ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തിൽ വ്യാപരിക്കേണ്ടതായിട്ട് നമുക്ക് ഒന്നിച്ച് ഒരു നിമിഷം വളരെ ശാന്തമായി പ്രാർത്ഥിക്കാം. സ്തോത്രം. കർത്താവ് നമ്മെ സഹായിച്ചിട്ടല്ലാതെ ജീവിതങ്ങൾ വിടുവിക്കപ്പെടുകയില്ല. കർത്താവാണ് ജീവിതങ്ങളെ രക്ഷിക്കുന്നത്. സ്തോത്രം. ദൈവത്തിൻ്റെ വചനമാണ് ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നത്. ഈ രാത്രി ദൈവ വചനത്തിൻ്റെ ശക്തി ദേശത്ത് വ്യാപരിക്കപ്പെടുവാൻ ഇന്ന് രാത്രി കടന്നു വന്നിരിക്കുന്ന ജീവിതങ്ങളുടെ ഹൃദയങ്ങളിൽ വിതയ്ക്കപ്പെടുന്ന ദൈവത്തിൻ്റെ വചനം ആഴമേറിയ മാനസാന്തരത്തിലേക്കും പാപബോധങ്ങളിലേക്കും ജീവിതങ്ങളെ നടത്തേണ്ടതിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളങ്ങളിൽ പ്രവർത്തിക്കുന്നതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെല്ലാവരും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് ദൈവഭൃത്യന്മാർ ഇപ്പോൾ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കും. ആദ്യമായിട്ട് കർത്താവിൻ്റെ ദാസന്മാരായ പാസ്റ്റർ രാജു പി നായരും അതുപോലെ തന്നെ ജബലലിയിൽ നിന്ന് കടന്നു വന്നിരിക്കുന്നതായ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് ജബലലിയിലെ ശുശ്രൂഷനായിരിക്കുന്ന പാസ്റ്റർ ബാബു വി ജോൺ അവர்களுം മുന്നോട്ട് കടന്നു വന്ന് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമല്ലോ. സർവശക്തനായ ഞങ്ങളുടെ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട രാത്രിക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾ ഈ ആലയത്തിൽ ഒരുമിച്ച് കൂട്ടുവാൻ സ്വർഗത്തിന് മനസ്സോന്നിച്ചതിനായി സ്തോത്രം. അങ്ങ് ഇന്ന് രാത്രി എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ വെറും കൈയായി മടങ്ങേണ്ടി വരും. അതുകൊണ്ട് സ്വർഗം ഞങ്ങൾക്ക് വേണ്ടി തുറക്കണമേ. ഇന്ന് രാത്രി ആ സാറാബുകളുടെ ചെറുകടി ശബ്ദം ഞങ്ങൾ കേട്ടുകൊണ്ടാ നിപ്പാൻ സഹായിക്കണമേ. ലോകത്തിലെ തിരക്കിടെ നടുവിൽ ഇതാ ഞങ്ങൾ നിന്നെ നോക്കി കാത്തിരിക്കുന്നു. അങ്ങയുടെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ. അങ്ങ് വ്യക്തമായി ഇടപെടുമാറാകണമേ. ജനത്തെ നിങ്കലേക്ക് രാത്രി തിരിക്കുമാറാകണമേ. സകല ഹൃദയങ്ങളെയും വായിച്ചറിയുന്ന സർവശക്ത ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ഞങ്ങളുടെ മധ്യത്തിൽ വിളവിടുന്നതുകൊണ്ട് സ്തോത്രം. ഒരു ഹൃദയത്തെ പോലും നിരസിക്കും ദൈവമല്ല കർത്താവേ. ഞങ്ങളുടെ അവിടുത്തെ രാത്രി തൃക്കരങ്ങൾ പ്രതിഷ്ഠിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് അഭിഷേകത്തോടെ നിർത്തുമാറാകണമേ. ഒരു കൂട്ടം ജനം നിങ്ങളിലേക്ക് അടുത്തു വരുവാൻ കർത്താവിന് അഭിഷേകം ചെയ്താട്ടെ. ആദിയുടെ അന്തം നിയന്ത്രിക്കണം. അങ്ങ് മാത്രം മഹത്വം എടുക്കണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന പിതാവേ, കേൾക്കുമാറാകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന നല്ല രാത്രി ഓർത്ത് ഞങ്ങൾ ഇതിനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. പല സ്ഥലങ്ങളിലായിരുന്നു ഞങ്ങൾക്ക് ഇന്ന് രാത്രി കാലത്ത് പുരാരപാതപ്പെടുത്തിലേക്ക് അടുത്തു വരുവാൻ നീ തന്ന നല്ല അവസരത്തെ ഓർത്ത് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. നീ ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമാണ്. നീ ഞങ്ങളെ പരിപാലിക്കുന്ന ദൈവമാണ്. നീ ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. ഇന്ന് രാത്രി ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. കടന്നു വന്ന എല്ലാവരും തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. തുടർന്നുള്ള സമയങ്ങളിൽ സന്നിധാന ബോധത്തോടെ ഭയഭക്തിയോടെ ഇരിക്കുവാൻ ഞങ്ങൾ എല്ലാവർക്കും കൃപ തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം ഘോഷിക്കുന്ന കർത്താവിന്റെ ദാസനെ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കുമാറാകണം. മാറ്റമില്ലാത്ത വചനം ഇന്ന് രാത്രി ഒരു പ്രാവശ്യം കൂടെ ഘോഷിക്കുവാൻ അവിടുന്ന് കൃപ ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാവരും ഒരു പ്രാവശ്യം കൂടെ സമർപ്പിക്കുന്നു. കൃപയാൽ നിങ്ങളെ നിറയ്ക്കുമാറാകണം.
പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. നമ്മുടെ മധ്യത്തിൽ അനേക തമിഴ് ക്യാമ്പുകളിൽ നിന്ന് തമിഴ് സഹോദരന്മാർ, സ്നേഹിതന്മാർ കടന്നു വന്നിട്ടുണ്ട്. അവർക്ക് വേണ്ടി ഇപ്പോൾ ഒരു തമിഴ് ഗാനം ആലപിക്കുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുകയാണ്. ഗ്രഹീത ഗായകനാണ് ബ്രദർ ലിജോ. ഇപ്പോൾ ഒരു തമിഴ് ഗാനം നമുക്ക് ശ്രദ്ധിക്കാം. எண்ணம் போது உள்ளத்தில் ஆழங்களில் துதி நீரூற்ற பாய்கின்றதே. என்னவெல்லாம் நன்மைகளாயோ வென்றார். எண்ணம் போது உள்ளத்தில் ஆழங்களில் துதி நீருற்ற பாய்கின்றதே. என்னவெல்லாம் நன்மைகளா ஓவென்றார் எண்ணம் போது. நீதிமானின் துன்பங்கள் அநேகம் என்று தோன்றும் போது கர்த்தரில் வல்ல கரங்களா நன்மையாக மாறிடும். இவையொன்றும் மனுகாமல் நம்மை அற்புதமா. என்னவெல்லாம் நண்பர்களா ஓவென்றார். எண்ணம் போது உள்ளத்தில் ஆழங்களில் துதி நீரூற்ற பாய்கின்றதே. என்னவெல்லாம் நன்மைகளா ஓவென்றார் எண்ணம் போது. மனிதரின் மேலும் நம்பிக்கையோ மனிதில் துன்பம் பின்படரும். உன்னதேவனே சாது கொண்டார். உள்ளம் இன்பம் பொங்கி எழும். சுகமாறுதலா அவர் சமூகம் முன்பை சொல்லும். என்னவெல்லாம் நன்மைகளா லோவென்றார்.
കഴിഞ്ഞ ദിവസവും ഇന്ന് രാത്രിയിലും കടന്നു വന്ന ഈ സുവിശേഷ മഹായോഗത്തിൽ കടന്നു വന്ന് സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി അതിന് പിന്നിൽ പ്രവർത്തിച്ച സഹോദരങ്ങൾക്ക് വേണ്ടി രണ്ട് വാക്കിൽ ഒരു നന്ദി സൂചകമായ രണ്ട് വാക്ക് പറയുവാൻ തക്കൊണ്ട് താല്പര്യപ്പെടുന്നുണ്ട്. അതിനായിട്ട് പാസ്റ്റർ ജോസ് മാത്യൂസ് ഇപ്പോൾ മുന്നോട്ട് കടന്നു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം നന്ദി പ്രകാശനം എന്നുള്ളതാണ്. അതിനായി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ആദ്യമായി ഇത്രത്തോളം മീറ്റിംഗ് അനുഗ്രഹമാക്കി തീർത്ത സർവ്വവല്ലഭനായ ദൈവത്തിന് ആദ്യമായി നന്ദി പറയുന്നു. അടുത്തതായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന് 2 ദിവസവും ദൈവദിനം ഐശ്വര്യമായി ഘോഷിക്കുന്ന കർത്താവിൽ പ്രസിദ്ധനായ പാസ്റ്റർ എം പൗലോസിനോടും തൻ്റെ സഹധർമ്മിണി സിസ്റ്റർ സരോജിനി പൗലോസിനുമുള്ള അബുദാബി ഷാരോൺ ഫെലോഷിപ്പിൻ്റെ നാമത്തിലുള്ള ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. അടുത്തതായി ഈ മീറ്റിംഗിൽ വർഷിപ്പ് ലീഡ് ചെയ്ത ഇവാഞ്ചലിസ്റ്റ് RS വിജയരാജന് ദൈവസഭയുടെ നാമത്തുള്ള നന്ദി അറിയിക്കുന്നു. അടുത്തതായി ഈ മീറ്റിംഗിൽ ഗാന ശുശ്രൂഷ നിർവഹിച്ച ബ്രദർ ബിജു കുമ്പനാട്, സിസ്റ്റർ ലിജി യേശുദാസ് എന്നിവരോടുള്ള നന്ദിയെ ദൈവസഭയുടെ നാമത്തിൽ അറിയിക്കുന്നു. ഗാനശുശ്രൂഷയിൽ ഓർക്കസ്ട്ര വായിച്ച് സഹായിച്ച ബ്രദർ യേശുദാസിനോടും റിതംപാട് പ്ലേ ചെയ്ത ബ്രദർ ജോൺസിനോടും ഗിറ്റാർ വായിച്ച് സഹായിച്ച ബ്രദർ മെൽവിനോടുമുള്ള ദൈവസഭയുടെ നന്ദിയെ ഈ തരുണത്തിൽ അറിയിക്കുന്നു. അടുത്തത് നമ്മുടെ CD പ്രകാശനം ചെയ്യുവാൻ കടന്നു വന്ന് സഹായിച്ച ആപ്കോൺ പ്രസിഡന്റ് പാസ്റ്റർ തോമസ് വർഗീസിനോടും CM പ്രസിഡന്റ് പാസ്റ്റർ ജോഷുവായിട്ടുള്ള ദൈവസഭയുടെ നന്ദിയും ഈ തരുണത്തിൽ അറിയിക്കുന്നു. ഈ കൺവെൻഷനിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയും ചെയ്ത എല്ലാ ചർച്ച് പാസ്റ്റേഴ്സിനോടും എൽഡേഴ്സിനോടും ചർച്ച് മെമ്പേഴ്സിനുമുള്ള ദൈവസഭയെ ഈ തരുണത്തിൽ അറിയിക്കുകയാണ്. ഈ കൺവെൻഷനിൽ വന്ന് സംബന്ധിച്ച യുഎയിലുള്ള ഇതര സഭകളിലെ ദൈവസഭകൾക്കും ദൈവദാസന്മാർക്കും ദൈവനാമത്തിലുള്ള നന്ദിയെ ഈ തരുണത്തിൽ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ വിഷ്വൽ ഡിസൈനും പ്രൊമോ ഡിസൈനും ചെയ്ത ബ്രദർ ബിജു, മറ്റേശയിൽ പ്രിന്റ് ഡിസൈൻ സഹായിച്ച ബ്രദർ റോബിൻ ജേക്കബിനോടുള്ള നന്ദിയെ ഈ തരുണത്തിൽ അറിയിക്കുകയാണ്. ഈ പ്രോഗ്രാമിൽ വീഡിയോ റെക്കോർഡിംഗ് സഹായിച്ച ട്രിനിറ്റി കമ്മ്യൂണിക്കേഷനോടും പ്രോഗ്രാമിൽ സഹായിച്ച ഏഷ്യാനെറ്റ്, മനോരമ, മന്ന, GM ന്യൂസ്, ഗ്ലോബൽ മെസ്സഞ്ചർ എന്നീ മീഡിയയുള്ള നന്ദിയെ ഈ തരുണത്തിൽ അറിയിക്കുന്നു. വിവിധ നിലകളിൽ പബ്ലിസിറ്റിക്കായി സഹായിച്ച ബ്രദർ ഗ്ലെന്നി ബ്രദറിനുള്ള നന്ദിയെ പ്രത്യേകം അറിയിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന ഈ കൺവെൻഷൻ നടത്തുവാൻ സ്ഥലമൊരുക്കി തന്ന ബ്രദറൻ ചർച്ചിൻ്റെ അതോറിറ്റിയോടും ഷാരോൺ ഫിലിപ്പ് ചർച്ചിൻ്റെ നാമത്തിലുള്ള നന്ദിയെ അറിയിക്കുന്നു. ഈ പ്രോഗ്രാമിൽ ആദ്യ അവസാനം സൗണ്ട് കൺട്രോൾ ചെയ്ത് സഹായിച്ച ബ്രദർ ബിനുവോടുള്ള നന്ദിയെ ഈ തരുണത്തിൽ അറിയിക്കുന്നു. ഒടുവിലായി കൺവെൻഷന് ട്രാൻസ്പോർട്ടേഷൻ സഹായിച്ച മറ്റ് സഭകളിലെ ട്രാൻസ്പോർട്ട് കോർഡിനേറ്റ് ചെയ്ത സഹോദരന്മാർക്ക് പ്രത്യേക നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്നും ഇരിക്കുന്നു. താങ്ക് യു പാസ്റ്റർ. നമ്മുടെ സമയം ലാഭിക്കേണ്ടതിന് വേണ്ടി ഈ സമയത്ത് സ്തോത്രകാഴ്ചയോടെ എടുക്കുവാൻ തക്കൊണ്ട് താല്പര്യപ്പെടുകയാണ്. അതിൻ്റെ ചുമതലപ്പെട്ട സഹോദരന്മാർ പെട്ടെന്ന് സ്തോത്രകാഴ്ചയ്ക്കുള്ളതായ ക്രമീകരണങ്ങൾ പെട്ടെന്ന് ചെയ്യണം എന്ന് ഓർപ്പിക്കുന്നു. അടുത്തതായിട്ട് മറ്റൊരു ശുശ്രൂഷ ഇവിടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് UAE റീജിയൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ സുവിശേഷ പ്രവർത്തനത്തിൽ വളരെ ശക്തമായിട്ട് ദിവസങ്ങളിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ മാധ്യമം മീഡിയ എന്ന് പറയുന്ന ഒരു പ്രത്യേക വകുപ്പുണ്ട്. മീഡിയ ഡിപ്പാർട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്ന 2013 ഒരു കലണ്ടർ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ദിവസവും 365 ദിവസവും ദൈവത്തിൻ്റെ വചനം, അത് നിങ്ങളുടെ ഡേറ്റ് നോക്കുമ്പോൾ ദൈവവചനം നിങ്ങളുടെ ഹൃദയത്തിൽ വീഴത്തക്കൊണ്ടുള്ളതായ ദൈവവചനം രേഖപ്പെടുത്തിക്കൊണ്ടുള്ളതായ ഒരു കലണ്ടറാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ 2003 കലണ്ടർ പ്രസിദ്ധീകരണം അതിൻ്റെ റിലീസ് ചെയ്യുവാൻ തക്കൊണ്ട് താല്പര്യപ്പെടുകയാണ്. ഷാരോൺ ഫെലോഷിപ്പ് UAE റീജിയൻ്റെ യുവജന പ്രസ്ഥാനമായ CMൻ്റെ കോർഡിനേറ്റർ ആയിരിക്കുന്നതായ റവറൻഡ് ടൈറ്റസ് ജോൺസൺ നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ അതുപോലെ തന്നെ അബുദാബി IPCയുടെ സഭാ ശുശ്രൂഷകനായിരിക്കുന്നതായ പാസ്റ്റർ ജോൺ വർഗീസ് അവറുകൾ നമ്മുടെ മധ്യത്തിലുണ്ട്. ഈ ദേവദാസന്മാരെ മുന്നോട്ട് ക്ഷണിക്കുകയാണ് ഈ കലണ്ടർ പ്രകാശനത്തിന് വേണ്ടി.
പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എൻ്റെ ബഹുമാന്യ സ്നേഹിതൻ പാസ്റ്റർ ടൈറ്റസ്, ഈ സഭയുടെ ശുശ്രൂഷകൻ, കർത്താവിൻ്റെ ദാസൻ, ഇവിടെ അനുഗ്രഹീത കൊയർ നടത്തുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. ഈ വേദിയിൽ ഇങ്ങനെ കാലങ്ങളെയും ആണ്ടുകളെയും മാസങ്ങളെയും വേർതിരിച്ച ദൈവം മനുഷ്യൻ അതാത് ദിവസങ്ങളെയും സമയങ്ങളെയും അറിയുവാൻ നമ്മുടെ കരങ്ങളിലേക്ക് തന്നതായ ഈ നല്ല കലണ്ടറിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവിധമായ ആശംസകളും ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ UAE-യിലുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ദൈവം വേണ്ട എല്ലാ കൃപകളും നൽകട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു. IPC അബുദാബി ചർച്ചിൻ്റെയും എല്ലാ കർത്തൃദാസന്മാരുടെയും പ്രത്യേക ആശംസകൾ ഈ തരുണത്തിൽ നേരുന്നു. ഗോഡ് ബ്ലസ് യു. പ്രൈസ് ലോർഡ്. ഇന്നേക്ക് 20 വർഷങ്ങൾക്ക് പുറകിൽ ദുബൈയിൽ ആരംഭമായി ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇന്ന് UAE-യിൽ 11 പ്രവർത്തനങ്ങൾ വിവിധ എമിറേറ്റുകളായിട്ട് നടക്കുന്നു. ഈ രാത്രി ഈ ശുശ്രൂഷ ഇവിടെ നിർവഹിക്കപ്പെടുവാൻ അനുവാദം നൽകി തന്ന കർത്താവിൻ്റെ ദാസൻ അബുദാബി ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ ശുശ്രൂഷകനായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം UAE റീജിയൻ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ മൊത്തത്തിൻ്റെ പ്രസിഡൻ്റായിട്ടും പ്രവർത്തിക്കുന്നു. കർത്താവിൻ്റെ ദാസനോടും സഭയോടും ഈ അവസരത്തിന് നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ റിലീസിംഗ് നിർവഹിച്ച കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ജോൺ വർഗീസിനോട് നന്ദി അറിയിക്കുന്നു. ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും പ്രാർത്ഥന ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് പിന്നിലുണ്ടാകണം എന്ന് ഒരിക്കൽ കൂടെ അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ വിരമിക്കുന്നു. നിങ്ങളുടെ പക്കൽ പാട്ടുപുസ്തകങ്ങളും ഡിസിഷൻ കാർഡുകളും ഉൾപ്പെട്ട ഒരു പാക്കേജ് എല്ലാവരുടെയും കയ്യിലെത്തിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസം ഡിസിഷൻ കാർഡ് ഫില്ലപ്പ് ചെയ്ത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി അനേക പ്രിയപ്പെട്ടവർ ഇവിടെ നൽകി തന്നിട്ടുണ്ട്. ഈ പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം ദൈവകരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഈ ദൈവസഭ ഒന്നിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കുവാൻ തക്കണം പോവുകയാണ്. അവർ രേഖപ്പെടുത്തിയിരിക്കുന്ന എല്ലാ വിഷയത്തിന്മേലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി ചെയ്തെടുക്കേണ്ടതായിട്ട് ഈ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഇനിയും ഡിസിഷൻ കാർഡ് അതിനകത്തുള്ളതായ കോളംസ് ഫില്ല് ചെയ്യുവാൻ തക്കൊണ്ട് നിങ്ങളുടെ കയ്യിൽ പേന ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ളതായ വോളണ്ടിയേഴ്സിൻ്റെയും അഷേഴ്സിൻ്റെ കയ്യിലും പേനയുണ്ട്. ചോദിച്ചാൽ അവർ പേന നൽകി തരും. ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങൾ വോളണ്ടിയേഴ്സിൻ്റെ കയ്യിലോ നിങ്ങളിരിക്കുന്ന കസേരയിലോ തന്നെ ഇട്ടാൽ മതിയാകും. അത് ഞങ്ങൾ വീണ്ടും തുടർമാനമായിട്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഇവിടെ റിലീസ് ചെയ്തിരിക്കുന്ന ഈ കലണ്ടർ പുറത്ത് സ്റ്റാളിൻ്റെ താല്പര്യമുള്ളവർക്ക് 10 രൂപ കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് പോകാം ഉള്ള സാവകാശം ഉണ്ടായിരിക്കുന്നതാണ്. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ എം പൗലോസിൻ്റെ പ്രസംഗങ്ങളടങ്ങിയ CD-യും ഏതാനും ചില കോപ്പികൾ മാത്രം ലഭ്യമാണ്. അത് പുറത്തുള്ളതായ സ്റ്റാളിൽ ലഭ്യമാണ്. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ എം പൗലോസിൻ്റെ മിഷണറി ചലഞ്ചിനെ കുറിച്ചുള്ള മലയാളത്തിലുള്ളതായ ഒരു CD ഉണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു മെസ്സേജ് ഹിം എന്ന് പറയുന്ന ഒരു മെസ്സേജ് ഉള്ളടക്കം ചെയ്ത ഒരു CD, 2 MP3 അതും അദ്ദേഹത്തിൻ്റെ മെസ്സേജുകളാണ്. ഇത് എല്ലാത്തിനും കൂടെ 10 രൂപയേ ഉള്ളൂ. ഈ ലഭിക്കുന്ന തുക അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രിക്ക് വേണ്ടി അയച്ചു